അടുത്തതായി നമുക്ക് ഒരു ഓഫ്സ്പ്രിങ്ങിന് ലഭിക്കുന്ന അല്ലീലുകൾ എങ്ങനെയാണ് എന്നുള്ളതും എങ്ങനെയാണ് അതിന്റെ ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് അല്ലീൽ ഫ്രം പാരന്റ് 1, അത് ഫാദറിൽ നിന്നുള്ളത് ആണ്. ഇനി രണ്ടാമത്തെ അല്ലീലോ മദറിൽ നിന്നുള്ളത്. ഇനി ഒരു ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അല്ലീല് അച്ഛനിൽ നിന്നും ഒരു അല്ലീല് അമ്മയിൽ നിന്നും ചേർന്നത് ഉള്ളതാണ് ഓഫ്സ്പ്രിങ്ങിന്റേത്. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. IA എന്ന് പറയുന്ന ഒരു അല്ലീലാണ് അച്ഛനിൽ നിന്ന് വരുന്നത്. അമ്മയിൽ നിന്ന് വരുന്നതും IA ആണെങ്കിൽ ഓഫ്സ്പ്രിങ്ങിന്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? IA. അപ്പൊ ഇത് എങ്ങനെയുള്ളൊരു ഗ്രൂപ്പുള്ള കുഞ്ഞായിരിക്കും? ഇതൊരു ബ്ലഡ് ഗ്രൂപ്പ് A ഉള്ളതായിരിക്കും. അച്ഛനിൽ നിന്ന് IA അല്ലീലും അമ്മയിൽ നിന്ന് സ്മോൾ ലെറ്റർ I ഫാക്ടർ ആണ്. ഓഫ്സ്പ്രിങ്ങിലേക്ക് IAI ബ്ലഡ് ഗ്രൂപ്പ് A. ഇനി ബി ഗ്രൂപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? അച്ഛന്റെ ഗ്രൂപ്പ് IB ആകാം. അമ്മയുടെ ഗ്രൂപ്പ് IB വന്നാൽ ഓഫ്സ്പ്രിങ് IB ഒരു ബി ഗ്രൂപ്പ് ആകാം. ഇനി IB ഉള്ള അച്ഛൻ, റെസസീവ് ഫാക്ടർ ഉള്ള അമ്മ, ഇവിടെയും IBI ഒരു ബി ഗ്രൂപ്പ് ആണ്. ഇനി ഇത് തിരിച്ചും ആകാം കേട്ടോ. ഇവിടെ സ്മോൾ ലെറ്റർ I ആകാം, ഇവിടെ IAയും ആകാം. ഇത് ആറില് വരാം. അടുത്തത് IA ഉള്ള അച്ഛൻ, IB ഉള്ള ഒരമ്മ, ഓഫ്സ്പ്രിങ്ങിന്റേതോ IAIB. ഇതും തിരിച്ചും ആകാം. IB ഉള്ള ഒരു അച്ഛൻ, IA ഉള്ള ഒരമ്മ, ബ്ലഡ് ഗ്രൂപ്പ് AB. ഇനി രണ്ട് ആളുകളുടെയും അല്ലീലുകൾ റെസസീവ് ആയാൽ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ഗ്രൂപ്പ് ജീനോടൈപ്പ് എന്ന് പറയുന്നത് രണ്ടും റെസസീവ് ആണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് O ഗ്രൂപ്പ് ആകാം. അപ്പൊ എങ്ങനെയാണ് ഒരു ഓഫ്സ്പ്രിങ്ങിന്റെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ഛനിൽ നിന്ന് വരുന്ന ആ ഒരു അല്ലീലിനെയും അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് വരുന്ന ആ അല്ലീലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ആയിരിക്കും കോളം തന്നിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കോളം ചിലപ്പോൾ മിസ്സായിരിക്കും. ചിലപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഈ അല്ലീല് തന്നിട്ടുണ്ടാകില്ല. ഈ ഒരു കണ്ടീഷൻ തന്നിട്ട് ഇവിടെ വരുന്നത് ഏത് അല്ലീലാണെന്നോ അല്ലെങ്കിൽ അല്ലീൽ തന്നിട്ട് കുഞ്ഞിന്റെ ജീനോടൈപ്പ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തുക എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ വരച്ച് തന്നെ എല്ലാവരും പഠിക്കണം.